മുഖ്യമന്ത്രി വേദിയിലേക്ക് എത്തുന്നു. TV പ്രസാദ്. അതുതന്നെയാണ് അരുൺ. മുഖ്യമന്ത്രി പിണറായി വിജയൻ, റവന്യൂ മന്ത്രി കെ രാജൻ, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി റിയാസ്, അതുപോലെ ഇവിടുത്തെ MLA ടി സിദ്ദിഖ് തുടങ്ങി മന്ത്രിമാർ, MLA മാർ, മറ്റ് ജനപ്രതിനിധികൾ, പ്രത്യേകിച്ച് അന്ന് ദുരന്തം ഏറ്റുവാങ്ങിയവർ, ജനങ്ങൾ, ഇവിടെ നിന്ന് കണ്ണൂര്, കാസർഗോഡ്, കോഴിക്കോട് തുടങ്ങി പല ജില്ലകളിൽ നിന്നും ഇങ്ങോട്ടേക്കെത്തിയ ഒഴുകിയെത്തിയ ആളുകൾ, നിരവധി ആളുകളാണ് ഇവിടേക്ക് ഈ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ ഇവിടെ എത്തിയത്. എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ടായിരുന്നു ഉറപ്പായും ഒരു നാട് ഏറ്റുവാങ്ങിയ ദുരന്തത്തിലെ ദുരന്തബാധിതരെ സംരക്ഷിച്ചത്. അത് സർക്കാരും പൊതുജനങ്ങളും എല്ലാവരും അകമഴിഞ്ഞ് നൽകിയ സഹായം, സർക്കാരിൻ്റെ കൃത്യമായ ഇടപെടൽ, പൊതുജനങ്ങളുടെ വലിയ പിന്തുണ എല്ലാം കൂടി ചേർന്നപ്പോൾ ആകെയുള്ള 410 വീടുകളിൽ 178 വീടുകളുടെ നിർമ്മാണമാണ് പൂർത്തിയായിരിക്കുന്നത്. വളരെ നല്ല വീടുകളാണ് അരുൺ. നമ്മൾ നേരിട്ട് കണ്ടു, അടുത്ത് കണ്ടു. ഏതെങ്കിലും തരത്തിൽ ദുരിതബാധിതർക്ക് ഒരു താമസ സ്ഥലം ഒരുക്കുക എന്ന രീതിയിലല്ല സർക്കാരും സംവിധാനവും ഇതിനെ കണ്ടത് എന്നുള്ളതാണ്. വലിയ സംവിധാനത്തോടുകൂടി ഏറ്റവും മികച്ച വീടുകൾ തന്നെയാണ് ഇവർക്ക് എല്ലാവർക്കും കൊടുത്തിരുന്നത്. അരുൺ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ പുഞ്ചിരിമട്ടത്ത് നിന്ന് തുടങ്ങി അന്ന് ഉരുൾപൊട്ടൽ തുടങ്ങിയ പുഞ്ചിരിമട്ടം, മുണ്ടക്കൈ, അങ്ങ് ചൂരൽമലയിൽ എത്തുന്നത് വരെയുള്ള മനുഷ്യർ ഒറ്റക്കെട്ടായിരുന്നു. അതേപോലെ തന്നെ അവർക്ക് ആ പ്രദേശത്തുള്ളവർ തന്നെയാണ് ഈ വീടിന്റെയും ഓരോ വീടിന്റെയും അയൽവാസികളായി ഇവിടെ വരുന്നത്. നല്ല വിശാലമായ മുറ്റമുണ്ട്, വലിയ വീടുകളാണ്. ആ വീടിന് മുന്നിൽ റോഡുണ്ട്, സംവിധാനമുണ്ട്. ഇനിയിപ്പോൾ ഇത് പൂർത്തിയാവുന്നതോടുകൂടി ഒരുപാട് സംവിധാനങ്ങൾ ഇതിനകത്തേക്ക് വരാനുണ്ട് എന്നാണ് അധികൃതർ വിശദീകരിക്കുന്നത്. അല്പസമയം മുമ്പാണ് റവന്യൂ മന്ത്രി കെ രാജൻ ഇവിടെ ഇരിക്കുന്ന ദുരിതബാധിതരെ ഓരോരുത്തരെയായി കണ്ടത്. അവർ യഥാർത്ഥത്തിൽ മന്ത്രി രാജനെ കണ്ട സമയത്ത് അവർ കരയുകയായിരുന്നു. അന്നത്തെ ദിവസങ്ങളാണ് അവർക്ക് ഓർമ്മ വന്നത്. പല കാര്യങ്ങളും ഇതിന്റെ ഭാഗമായി അവർ ഓർത്തെടുക്കുകയായിരുന്നു. അരുണി, ഓഡിറ്റോറിയത്തിന്റെ അകത്തും പുറത്തും വലിയ ജനസഞ്ചയം തന്നെയാണ്. നൂറുകണക്കിന് ആളുകളാണ് രാവിലെ മുതൽ തന്നെ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തിയത്. ഇനിയിപ്പോൾ വയനാട്ടിലേക്ക് യാത്ര വരുന്നവർ ഉൾപ്പെടെ ഈ ടൗൺഷിപ്പ് കണ്ട് മടങ്ങുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറും എന്ന കാര്യം ഉറപ്പാണ്. കാരണം ആരും അറിയിക്കാതെ, ആരും പറയാതെ ഇതൊന്ന് കാണണം എന്ന ഉദ്ദേശത്തിൽ മാത്രം ഇവിടേക്ക് വന്ന നിരവധി ആളുകളെ നമ്മൾ കണ്ടു. അരുൺ, ചീഫ് സെക്രട്ടറി സ്വാഗതം പറയുകയാണ്, ജയതിലേക്ക് സ്വാഗതം പറയുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, കെ രാജൻ, റിയാസ് ഉൾപ്പെടെയുള്ള മന്ത്രിമാരും മുഖ്യമന്ത്രിയും MLA മാരും ജനപ്രതിനിധികളും എല്ലാവരും ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ചടങ്ങ് ആരംഭിച്ചു കഴിഞ്ഞു. തയ്യാറായ 178 വീടിലെ ആദ്യ വീട് മുഖ്യമന്ത്രി കൈമാറി കഴിഞ്ഞു. ഇനിയിപ്പോൾ 178 പേർക്ക് വരും ദിവസങ്ങളിൽ ഇവിടെ താമസിച്ചു തുടങ്ങാം. പിന്നാലെ 410 പേർക്ക് ഇവിടെ എല്ലാം കൂടി താമസിക്കാനുള്ള 410 കുടുംബങ്ങൾക്ക് താമസിക്കാനുള്ള സൗകര്യം ഒരുങ്ങും. മറ്റ് സന്നദ്ധ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും കൊടുക്കുന്ന വീടുകൾ കൂടിയായാൽ ഏതാണ്ട് ചൂരൽമല, മുണ്ടക്കൈ ദുരന്തബാധിതർക്ക് എല്ലാവർക്കും വീടാകുമെന്ന പ്രതീക്ഷയിലാണ്. എന്നാലും ചിലർ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട്, ഒഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ എത്തിയവരെല്ലാവരും പറയുന്നത്. ഇപ്പോൾ ഒരു മനുഷ്യക്കടൽ പ്രേക്ഷകർക്ക് കാണാം. 178 വീടുകളാണ് കൈമാറാൻ പോകുന്നത്. അതാണ് ആദ്യഘട്ടത്തിൽ കൈമാറുക. സാക്ഷിയായി എത്തുന്ന ജനസാഗരം നമ്മുടെ മുന്നിലുണ്ട്. ഈ ജനസാഗരത്തെ സാക്ഷി നിർത്തി അല്പം സമയത്തിനുള്ളിൽ തന്നെ താക്കോൽ കൈമാറ്റം നടക്കും. ഒരു ജനതയെ മുഴുവൻ വീണ്ടെടുക്കുന്ന, ഒരു നാട് ഒരുമിച്ച് നിന്ന് ഒരു നാട്ടിലെ ജനതയെ മുഴുവൻ കൈപിടിച്ച് കയറ്റുന്ന കാഴ്ചയ്ക്കാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. അതിവേഗമാണ് ഈ വീട് നിർമ്മാണം പൂർത്തിയാക്കിയത്. ഇതിനിടയിലും മുസ്ലിം ലീഗ് കൂടി കൊടുത്ത വീടിന്റെ കാഴ്ച കൂടി നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. 51 വീടുകളാണ് മുസ്ലിം ലീഗ് ആദ്യഘട്ടത്തിൽ കൊടുത്തത്. ഇതിപ്പോൾ 178 വീടുകളാണ് സർക്കാർ ജനങ്ങളുടെ പൂർണ്ണമായ പിന്തുണയോടുകൂടി ഈ മനുഷ്യർക്ക് നൽകാൻ പോകുന്നത്. കണ്ണീരിനടിയിൽ ഊറിക്കൂടിയ പുഞ്ചിരിയുമായി മനുഷ്യരവിടെ നിൽക്കുന്നുണ്ട്. സാർത്ഥകമായ ഒരു മാതൃകാ പുനരധിവാസ പദ്ധതി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ ടൗൺഷിപ്പിൽ ഇല്ലാത്തതായിട്ടൊന്നും ഉണ്ടാവില്ല. അത് പണിതീർത്ത് പൂർത്തീകരിച്ച് കഴിയുമ്പോൾ അവിടെ ആരാധനാലയം ഉണ്ടാവും, മാർക്കറ്റ് ഉണ്ടാവും. അവിടെ അവർക്ക് നഷ്ടപ്പെട്ടു പോയ എല്ലാ സംവിധാനങ്ങളെയും, മനുഷ്യരെ ഒഴിച്ച് എല്ലാത്തിനെയും തിരികെ വീണ്ടെടുത്ത് നൽകുകയാണ് ഇപ്പോൾ സർക്കാർ ചെയ്യുന്നത്. അവിടേക്ക് ഒഴുകിയെത്തുന്ന മനുഷ്യരെ കാണാം. അവർ ഈ മനുഷ്യർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് വന്നവരാണ്. അന്ന് ദുരന്തമുണ്ടായ സമയത്ത് ഈ ദുരന്ത മേഖലയിലേക്ക് ആരും വിളിക്കാതെ ഓടിയെത്തിയ മനുഷ്യരുണ്ട്. നമ്മളൊക്കെ തത്സമയം സംപ്രേഷണം ചെയ്യുമ്പോൾ ചൂരൽമലയിലും മുണ്ടക്കയിലും നിന്നുകൊണ്ട് നമ്മൾ പോലും മുട്ടോളം എത്തുന്ന ചെളിയിൽ പുതഞ്ഞു നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് പ്രധാനമന്ത്രി എടുത്തുയർത്തിയ കുഞ്ഞാണെന്ന് തോന്നുന്നു അല്ലേ? ഇപ്പോൾ കുഞ്ഞിനെ അടുത്ത് മുഖ്യമന്ത്രി ലാളിക്കുന്നുണ്ട്. VS രഞ്ജിത്ത് ഇപ്പോൾ മുഖ്യമന്ത്രി ലാളിക്കുന്നത് അന്ന് പ്രധാനമന്ത്രി എടുത്തുയർത്തിയ കുഞ്ഞല്ലേ?
ആ കുഞ്ഞിന് കേന്ദ്ര സർക്കാർ എന്ത് നൽകി എന്നുള്ളതായിരുന്നു ചോദ്യം. ഇന്ന് ആ കുഞ്ഞിനടക്കം വീട് കിട്ടുന്നൊരു സാഹചര്യമാണ്. നല്ല ലോലിപോപ്പൊക്കെ നുണഞ്ഞ് മുഖ്യമന്ത്രി മുത്തശ്ശന്റെ മടിയിൽ കയറി ഇരിക്കുകയാണ് അല്ലേ? എന്തോ വർത്താനം പറയുന്നുണ്ട് രണ്ടുപേരും. വലിയ ആൾക്കൂട്ടമൊക്കെ കണ്ടിരിക്കുകയാണ്. അവളെന്തോ കഴിക്കുന്ന തിരക്കിലുമാണ്. VS രഞ്ജിത്ത്. ഡോക്ടർ തീർച്ചയായിട്ടും നൈസമോളെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി മടിയിൽ ഇരുത്തിയിട്ടുള്ളത്. നൈസമോള നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രധാനമന്ത്രി തലോടിയ കുഞ്ഞാണ്. ആ കുഞ്ഞിനെ ഇപ്പോൾ വേദിയിലേക്ക് മുഖ്യമന്ത്രിക്ക് ഒരു റോസാപ്പൂ പരിനീർപ്പൂ കൊടുക്കാൻ വേണ്ടി വേദിയിൽ എത്തിക്കുന്നു. മുഖ്യമന്ത്രി ആ കുഞ്ഞിനെ മടിയിലിരുത്തി ലാളിച്ച ആ റോസാപ്പൂ ഏറ്റുവാങ്ങുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഒരു പുഞ്ചിരി അദ്ദേഹത്തിന്റെ മുഖത്ത് കാണാം. അതിൽ പല രാഷ്ട്രീയവും ഉണ്ട്. നമുക്ക് ഈ ഘട്ടത്തിൽ അത് പറയണമെന്ന് പോലും ഉണ്ട്. എങ്കിൽ പോലും പ്രധാനമന്ത്രി മടിയിലിരുത്തി പ്രധാനമന്ത്രി തലോടിയ ആ കുഞ്ഞാണ്. ആ കുഞ്ഞിപ്പോൾ മുഖ്യമന്ത്രിയുടെ കൈകളിൽ ആ ലാളനെ ഏറ്റുകൊണ്ടുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഏതായാലും ഇവിടെ നൂറുകണക്കിന് മനുഷ്യർ 178 വീടുകൾ വാങ്ങുന്ന ആ മനുഷ്യരാണ് എനിക്കൊപ്പം ഈ വേദിക്കരിയിൽ നിൽക്കുന്നത്. അവരോട് നമുക്ക് സംസാരിക്കാൻ വേണ്ടി പറ്റും. ദീപക്കുണ്ടൻ്റെ കൂടെ. ദീപക്, ഇതെല്ലാവരും ഈ പറയുന്ന പോലെ പല മുഖങ്ങളും ഞങ്ങൾ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ സമയത്ത് കണ്ട ആളുകൾ ഇപ്പോൾ 178 കുടുംബങ്ങൾ ഇവിടെ എത്തി. അപ്പോൾ അവരിൽ പലരെ നമ്മൾ അവരോടൊന്ന് സംസാരിക്കാം. ഇപ്പോൾ മഹേഷ്, അനിൽ, റെഡിയായോ? ആ വീട് റെഡി. എത്രാമത്തെ വീട്? 77ാമത്തെ സോൺ ജിയിൽ. എപ്പോൾ കയറി താമസിക്കാൻ പറ്റുന്ന വിചാരിച്ചു? കുറച്ചും കൂടി പണിയുണ്ട് അതിൽ. അത് കഴിഞ്ഞ് താമസിക്കാന്ന് പറയാം. ഇതൊന്ന് സന്തോഷമായോ? സന്തോഷം. നമ്മളെ ഈ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായി രാവിലെ റെസ്ക്യൂ പ്രവർത്തകരൊക്കെ അങ്ങോട്ട് പോയ സമയത്ത് വന്ന ആളുകളിൽപ്പെട്ടവരാണ് മനോജ്, അതുപോലെ തന്നെ വേണുവേട്ടനൊക്കെ. അന്ന് കണ്ട ദിവസം ഈ ഘട്ടത്ത് ഓർത്തെടുക്കുന്നുണ്ട്. ഓർമ്മ എന്തായാലും നശിക്കൂലല്ലോ. ഓർമ്മയുള്ളൂ, അത് മറക്കാൻ പറ്റൂല. പിന്നെ മോനെല്ലാവർക്കും അറിയായിരിക്കും, അകത്തിലെ നായകനൊക്കെ ആയിട്ട്. ഓക്കെ, ഇപ്പോൾ നമുക്ക് തിരിച്ചു വരാം. ഒരു ജനസാഗരം ചുരം കയറി വന്നിട്ടുണ്ട്. ഇവിടെ പൂർത്തിയാകുന്നത് സർക്കാരിൻ്റെ മാത്രമല്ല, ഒരു ജനതതിയുടെ ഇച്ഛയാണ്. ഒപ്പം നിന്ന മനുഷ്യരെ ചേർത്തുപിടിച്ച ഒരു മാതൃകയാണ് പ്രേക്ഷകർ കാണുന്നത്. അപ്പോൾ വയനാട് മാതൃക ടൗൺഷിപ്പിൻ്റെ 1ാം ഘട്ടത്തിൻ്റെ ഉദ്ഘാടനമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ഒരു ജനസാഗരം ചുരം കയറി വന്നിട്ടുണ്ട്. ആ കാഴ്ചകളിലേക്ക് കൂടി നമുക്ക് പോകണം. ആശങ്കപ്പെടുത്തുന്ന വാർത്ത പശ്ചിമേഷ്യയിൽ നിന്നുണ്ട്. അതിനിടയിൽ കണ്ണീരിനിടയിൽ ഊറിക്കൂടിയ പുഞ്ചിരിയുടെയും വാർത്ത കൂടി പ്രേക്ഷകർ കാണുക. രഞ്ജിത്ത് തുടരുന്നുണ്ട്. VS രഞ്ജിത്ത്. അതാ നൈസമോൾ. ആണോ? മുഖ്യമന്ത്രിയുടെ പേരെന്താ? എന്താ പേര്? മുഖ്യമന്ത്രിയുടെ പേരെന്താ? പിണറായി വിജയൻ. എന്താ പേര്? അറിയില്ലേ? മുഖ്യമന്ത്രി അറിയോ? ഇത് പറഞ്ഞു അല്ലേ? എന്താ പറഞ്ഞ മുഖ്യമന്ത്രി? എന്താ പറഞ്ഞേ? ഒന്നും പറഞ്ഞില്ലേ? പ്രധാനമന്ത്രിയെ കണ്ട ഓർമ്മ അന്ന് കണ്ടാ? ഈ മിഠായി ആരാന്ന്? ആണോ? മുഖ്യമന്ത്രിക്ക് എന്താ കൊടുത്ത മോവാ? പൂ കൊടുത്തോ? ഇല്ല. ഓക്കെ, അപ്പോ ഡോക്ടർ നൈസമോളാണ്. നൈസമോൾക്ക് മുഖ്യമന്ത്രിയും ഓർമ്മയുണ്ട്, പ്രധാനമന്ത്രിയും ഓർമ്മയുണ്ട്. ഏതായാലും ഈ വലിയ കയ്യടികളാണ് ഉയരുന്നത്. വലിയ കയ്യടികൾ ഉയരുന്നു, വലിയ ആർപ്പുവിളികൾ ഉയരുന്നു. മുഖ്യമന്ത്രിയെ സ്വാഗതം ചെയ്തതിന്റെ ഒരു ആർപ്പുവിളിയാണ് നമ്മളിപ്പോൾ കേട്ടത്.